ബ്രഹ്മയുഗം മൂവിക്ക് ആളില്ല എന്ന് പറഞ്ഞ് തള്ളുന്നവർ ഇത് കാണുക. പടം ഇറങ്ങി ഒരാഴ്ച കഴിയുമ്പോഴും തിയേറ്ററുകളിലെ തിരക്കുകൾ ഇത് കാണുക. വെറുതെ ഇരുന്ന് തള്ളുന്നവർ വെറുതെ ഇരുന്ന് തള്ളിക്കൊണ്ടിരിക്കും. മമ്മൂക്കയുടെ പടം എന്ന് പറഞ്ഞാൽ തിയേറ്റർ നിറഞ്ഞ് കവിയുന്നൊരവസ്ഥയാണ്. നിങ്ങൾ ഇത് കാണുക. ഇതാണ് മമ്മൂട്ടി തിരക്കം, മമ്മൂട്ടി യുഗം. മമ്മൂക്കയാണ് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്ടർ. അടിപൊളി തന്നെയായിരുന്നു സിനിമ. നല്ല എക്സ്പീരിയൻസ് തന്നെ തരുന്ന ഒരു സൂപ്പർ സിനിമയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോൾ കാണാൻ പറ്റുന്ന എങ്ങനെയായിരിക്കും എന്നൊക്കെയൊന്ന് തോന്നിയായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ സൂപ്പർ തന്നെയാണ്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഫസ്റ്റ് തുടക്കം ഒന്ന് സിങ്ക് ആവാൻ വേണ്ടി സമയം എടുക്കുമെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശരിക്കും സിനിമയിലകത്ത് തന്നെയാണ്. ആ ഒരു മനയിൽ തന്നെയാണ് നമ്മൾ. അത്രയ്ക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ മമ്മൂക്കയുടെ ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻസും സൂപ്പറാണ്. ഒന്നുകൂടെ കാണണം, എന്നാലേ അത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കാണാൻ പറ്റുള്ളൂ. നല്ല ഹൗസ്ഫുൾ തന്നെയാണ്. എല്ലാവരും എല്ലാ സീറ്റും ബുക്ക്ഡായിരുന്നു. ഭയങ്കര അടിപൊളി സിനിമ തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എടുത്തിട്ട് അത് വിജയിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. പണ്ടത്തെ ഒരു മ്യൂസിക്കൽ വേൾഡിലൂടെ നമുക്ക് എത്താനായിട്ട് പറ്റി. ഭയങ്കര ഈ ഒരു എക്സ്പെക്ടേഷൻ അല്ല വന്നത്. അല്ല, ശരിക്കും ആ ഒരു യുഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി എന്നുള്ള ഒരു ഫീലിംഗ് തിയേറ്ററിനകത്ത് ആ ഒരു ഏജിലായിരുന്നു ആ ഒരു മാറൽ യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു നമ്മുടെ ഒരു ജനറേഷൻ അതെ 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 ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല ആ കാലത്തേക്ക് തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ്. പണ്ട് ഒരു നോവലെല്ലാം വായിക്കുന്ന സ്ഥലത്ത് ഒരു ഫീൽ കിട്ടുമല്ലോ, സെയിം ഒരു അതെ മൊത്തമായിട്ട്. നമുക്ക് ഈ വെറൈറ്റി കഥാപാത്രം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്താ പറയുന്നത്? എനിക്ക് ഇതൊക്കെയാണ് നമ്മൾ വേണ്ടത്. അടിപൊളിയല്ലേ, ഇനിയും ചെയ്യണം എന്നല്ലാണ്. തീർച്ചയായിട്ടും പുള്ളിയുടെ ഇത് ഫുൾ സ്ട്രെങ്ത് കാണിച്ചു തരികയാണ്. ആരെങ്കിലും ഇപ്പോഴും തകർത്താടുകയാണെന്ന് കാണിച്ചു തരികയാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഭയങ്കര ലക്കി ടു ബി വിറ്റ്നസ്. ബാക്കിയുള്ളവർ ഇതൊന്ന് ഫോളോ ചെയ്തിട്ട് കുറെ നല്ല സിനിമകൾ കണ്ടു പഠിക്കട്ടെ എന്നല്ലേ അതുണ്ടാക്കരുത്. അല്ല എല്ലാവരും ഉണ്ടല്ലോ നമുക്ക്. കാരണം ഇപ്പോൾ ഒരു ലൈക്ക് പുള്ളി ഓരോ സമയത്ത് ഓരോ ഇതും തന്നിട്ടുണ്ടാകും. നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റുന്ന ഇതാണ്. സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആദ്യം അറിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഒരു ഫീല്. ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്താവും ഇവരെങ്ങനെ ഇത് വർക്കൗട്ട് ആക്കി എടുക്കുന്നുള്ളത്. പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് സിനിമ 50 കോടി തികഞ്ഞ ദിവസം അറിഞ്ഞായിരുന്നത് നമ്മൾ എന്തായാലും എത്തുന്നറിയായിരുന്നു. അത് തികഞ്ഞ ദിവസമാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. ബാക്കി ഇപ്പോൾ അടുത്ത് വന്ന കണ്ടിട്ടുണ്ട് ആ ഒരു ലെവലിലേക്ക് തന്നെ പോകുമ്പോൾ നാട്ടില്ലെങ്കിൽ മുകളിൽ പോകുന്നതാണ് നോക്കുന്നത്. ശരി, താങ്ക് യു. ക്യാരക്ടറെ മമ്മൂട്ടിയെ കൊണ്ട് പറ്റുള്ളൂ, വേറെ നടനില്ല. 11ാം ദിനവും വാൻ ജനത്തിരക്കാണ്. 3ാമത്തെ കളിക്കാണ് ആണല്ലേ? ഫാമിലി ആയിട്ട് വന്നിരുന്നു. സൂപ്പർ പടം. മൊത്തത്തിലുണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളി. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇത് കാണുന്നത്. ആണല്ലേ? ഓക്കെ രാഹുൽ സദാശിവ എന്ന സംവിധായകൻ ഒരു കൊണ്ടൂരാണ്. എങ്ങനെയുണ്ട് മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നേരത്തെ കണ്ടിട്ടുണ്ടോ നമ്മൾ? പണ്ടങ്ങാനും. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ? ആണോ? പക്ഷേ അതുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ സെലക്ഷൻസിലാണോ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്ന ആ ഒരു രീതിയുണ്ടല്ലോ. വേറെ എല്ലാവരാണെങ്കിലും വരില്ല. മമ്മൂക്ക ഉള്ളവരോട് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് തോന്നിയില്ല. കുറച്ച് നമുക്ക് അതിൻ്റെ ഫീലിംഗ് ആയിട്ട് തോന്നി. ഓക്കെ, സിനിമയൊക്കെ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രഹ്മയുഗം? എനിക്ക് വലിയ ഇഷ്ടമായി. നല്ല ഇതാണ്, ഇഷ്ടമുള്ളതായിരിക്കും. ഓക്കെ, ആണോ? ഞെട്ടിച്ചോ ശരിക്കും മമ്മൂക്ക? ഇഷ്ടപ്പെട്ടോ? പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടപ്പോൾ ഒരു അനുഭവം എങ്ങനെയാണ്? നമ്മുടെ കരിയറിൽ ഇതുവരെ കണ്ടതിൽ എങ്ങനെയുണ്ട്? വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ, പക്ഷെ നമ്മൾ എങ്ങനെ ഇത്രയും പിടിച്ചത്? ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യിച്ചോ പടം?